അടുത്ത മത്സരാർത്ഥി ഒരു സോഷ്യൽ മീഡിയയിലൂടെ സമീപകാല സെൻസേഷനായ ഒരു വ്യക്തിത്വമാണ്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. വെൽക്കം രേണു സുധി. അമ്മേന്ന് വിളിച്ച ഞാൻ അല്ല ഇതാരാ വാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ലയോ? അല്ല, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ പേര് ആണല്ലേ? ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. എന്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാനായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റേതായിട്ടുള്ള കുറച്ച് ശരികളുണ്ട്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ നാട്ടുകാർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. നീ പുലിയാണ് കേട്ടാ. ഒരുപാട് പ്രഡിഷൻ ലിസ്റ്റ് എന്റെ പിക്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഹൗസിൽ വരണമെന്ന്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ മത്സരിക്കുമെന്നത് എന്റെ ഒരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ഒന്ന് പോകണ്ട അവിടുന്ന്. ഇതെല്ലാരും പറഞ്ഞ ഡയലോഗാണ്. LKG പഠിക്കുമ്പോൾ 1ാം റാങ്കായിരുന്നും 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മറ്റേ കരപ്പ വന്നിട്ടാണ് തോറ്റുപോയെന്നു. അപ്പൊ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ളൊരു സ്ഥലമല്ല. അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങി. അല്ല അറിയാം. അറിയാലേ. എന്തായിരിക്കും അതിവിടെ നമ്മുടെ കൂടുതൽ ഒരു തന്ത്രങ്ങൾ മെനയാൻ പോകുന്നത്? നമ്മളായിട്ട് തന്നെ നിൽക്കുക, കറക്റ്റ്. അത്രേ ഉള്ളൂ ലാലേട്ടാ. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? അല്ലാതെ തന്ത്രങ്ങൾ മെനഞ്ഞു നിൽക്കാനോ ഒന്നും കുറച്ച് കഴിയുമ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. വരുമല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു.